രചന ഫാത്തിമ അർഷദ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. നിലാവ് പൂത്തുന്ന വഴികളിലൂടെ അവൾ ഓടി. ചുറ്റിലും തേയിലത്തോട്ടമാണ്. അവൾ പ്രാണരക്ഷാർത്ഥം ഓടിക്കൊണ്ടേയിരുന്നു. ഇന്ദു, എവിടെയാണ് നീ? നിന്നെ ഞാൻ വിടില്ല. എന്റെ കൈ കിട്ടിയ പിന്നെ നിന്നെ പുറലോം കാണിക്കില്ല. നോയിക്കോ നീ. മണികണ്ഠൻ അതും പറഞ്ഞ് തേയിലത്തോട്ടത്തിലൂടെ ഓടിക്കൊണ്ടിരുന്നു. അവൾ തന്റെ കൈകൾ കൊണ്ട് വായ പൊത്തിപ്പിടിച്ചിരിക്കുന്നു. തന്റെ ഉയർന്നു പൊങ്ങുന്ന ശ്വാസഗതികൾ അവൻ അറിയാതിരിക്കാൻ അവൾ പാടുപെട്ടു. അവൾ തേയില ചെടിയുടെ ബെഡിന്റെ അടിയിൽ നിന്നുകൊണ്ട് ശബ്ദമില്ലാതെ കരഞ്ഞു. നെറ്റിയിൽ നിന്ന് ഊർന്നിറങ്ങിയ വിയർപ്പ് തുള്ളികളും കണ്ണുനീരും ഒന്നിട്ട് ചാലിട്ടൊഴുകി. ഈശ്വര, ഞാൻ എന്ത് തെറ്റാ ചെയ്തു? എന്നെ മാത്രം എന്തിനാ നീ ഇങ്ങനെ പരീക്ഷിക്കുന്നു? അവൾ മരമുരുകി പ്രാർത്ഥിച്ചു. വലിയൊരു ഒച്ചയോട് ഇടിവെട്ടി മഴ പെയ്തു. അവൾ ഭയന്ന് വിറച്ചുകൊണ്ട് ആ തേയില ചെടിയുടെ അടിയിൽ അന്നേ ദിവസം കഴിച്ചുകൂട്ടി. എപ്പോഴും അവൾ ഉറങ്ങിപ്പോവുകയും ചെയ്തു. നേരം വെളുത്തപ്പോൾ എസ്റ്റേറ്റിലെ ജോലിക്കാർ പണിക്ക് വരുന്ന ശബ്ദം കേട്ടിട്ടാണ് അവൾ ഉറക്കമെണീറ്റത്. തീരെ അവശയായിരുന്നവൾ. തലേന്ന് ഓടിയപ്പോൾ കണ്ണാടിച്ചില്ലുകൾ അവളുടെ കാലിൽ തറച്ചിരുന്നു. അവൾ വേദനയോടെ കാലിൽ തറയിൽ കുത്താൻ പറ്റാതെ വേച്ച് തന്റെ വീട്ടിലെത്തി. അവിടെ അവൾ മണികണ്ഠന്റെ സാന്നിധ്യമില്ലാന്ന് ഉറപ്പുവരുത്തിയ ശേഷം തന്റെ വീട്ടിനകത്ത് കയറി. കഥകടിച്ച ശേഷം അവൾ അത്രയും നേരം അടക്കി വെച്ചിരുന്ന സങ്കടത്തിന്റെ ചരടുകൾ അഴിച്ചുവിട്ടു. കുളിമുറിയിൽ കയറി അവൾ വസ്ത്രം മാറി കുളിക്കാനൊരുങ്ങി. ചില്ലുകൊണ്ട ഭാഗം അവൾ വൃത്തിയാക്കി. അവളുടെ കാലിലും തുടയിലുമൊക്കെയായി കുളയട്ടകൾ രക്തം കുടിച്ച് വീർത്തിരുന്നു. അവളൊരൽപ്പം മഞ്ഞൾപ്പൊടിയിട്ട് അവയെ എടുത്തു മാറ്റി. ശേഷം ശരീരം കഴുകി മുറിയിലേക്ക് പോയി. ഇടുക്കിയിലെ ഒരു ഗ്രാമപ്രദേശമായിരുന്നു അവളുടേത്. അതിമനോഹരമായ ഒരു ഗ്രാമം. എങ്ങും പച്ചപ്പ് തളിരിട്ട് നിന്നു. തേയില എസ്റ്റേറ്റുകളാൽ സമ്പന്നമായിരുന്ന അവളുടെ ഗ്രാമം എപ്പോഴും ഒരു തണുത്ത കാലാവസ്ഥയാണ്. ഒന്ന് ശക്തിയായി കാറ്റ് വീശിയാൽ കൂടി കറണ്ട് പോകുമായിരുന്നു. അപ്പൻ എസ്റ്റേറ്റിൽ ജോലിയുള്ളതുകൊണ്ടാണ് താമസിക്കാൻ ഈ വീട് ലഭിച്ചിരുന്നത്. തണുത്ത പ്രദേശമായതുകൊണ്ട് വീട് ചൂടാക്കി വെച്ചില്ലെങ്കിൽ അകത്തുള്ളവർ തണുത്ത് വിറച്ച് പോകുമായിരുന്നു. വിറകടുപ്പ് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. അപ്പൻ ജോലിക്ക് പോയി കഴിയുമ്പോൾ ഇന്ദു വീട് പണികളൊക്കെ തീർത്തു വെച്ചിട്ട് അവൾ തന്റെ കയ്യാലുണ്ടാക്കിയ ഹോം മെയ്ഡ് ചോക്ലേറ്റും ജാമും പലതരത്തിലുള്ള മെഴുകുതിരികൾ എന്നിവയുണ്ടാക്കി ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. ശംഖുവും കൂടെ കാണും, എപ്പോഴും വാലുപോലെ. ഇന്ദുവിന്റെ വീടിനടുത്താണ് ശംഖു താമസിക്കുന്നത്. എന്നത്തെയും പോലെ അന്നും അവൾ വിൽപ്പനക്കായി ശംഖുവുമായി പോകുമ്പോൾ പുറകിൽ നിന്നൊരു വിളി കേട്ട് അവൾ തറഞ്ഞിരുന്നു പോയി. അത് മണികണ്ഠനായിരുന്നു. ഇന്ദു, ഇന്ദു അവിടെ നിൽക്കാൻ. ഇന്ദു ഒന്ന് ഭയന്നു പോയി. അവൾ പുറകിലേക്ക് നടക്കാൻ തുടങ്ങി. പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളവളല്ല. എന്നെ വിട്ടേക്ക്. അവൾ കൈകൂപ്പിക്കൊണ്ട് അവനോട് പറഞ്ഞു. വിടാനോ? നിന്നെയോ? അവൻ തന്റെ ചെവിയിൽ ചെറിയ വിരൽ കയറ്റി കുലുക്കിക്കൊണ്ട് ചോദിച്ചു. ഇന്നലെ എനിക്ക് നിന്നെ കിട്ടിയില്ല. നിന്നെ ഞാൻ ഈ നാട് മുഴുവൻ അന്വേഷിച്ചു. പക്ഷേ ഇന്ന് നേരം ഇരുട്ടിക്കോട്ടെ. എനിക്കറിയാം നിന്നെ എന്ത് ചെയ്യണമെന്ന്. എടി വേണ്ടേ, നിനക്കറിയോ ഈ മണിയണ്ണന്റെ റേഞ്ച് എന്താണെന്ന്? എൻ്റെ കയ്യിലൊരു പുതിയ അൽവയൊരു മുഴം മല്ലിപ്പൂവുണ്ടെങ്കിൽ ഈ നാട്ടിലെ മിക്ക അവളുമാർ എൻ്റെ കിടക്കയിൽ വരും. അതാ ഈ മണികണ്ഠന്റെ പവർ. അവൻ കയ്യിലിരുന്ന് എരിയുന്ന സിഗരറ്റിൽ നിന്നൊരു പഫ് എടുത്ത ശേഷം അവളെ നിന്ന് അടിമുടി നോക്കിയിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പുക ഊതിക്കൊടുത്തു. അവളത് പ്രതീക്ഷിച്ചില്ല. അവൾ കിടന്ന് ചുമക്കാൻ തുടങ്ങി. അവൾ അടുത്ത് ചെന്ന് അവളുടെ ഗന്ധം ആവാഹിച്ചെടുത്തു. ഈ മണം ഇതാ എന്നെ നിന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. നിനക്ക് ആരെയും മയക്കാൻ പറ്റുന്ന ഒരു ഗന്ധമുണ്ട്. അവൻ അവളുടെ മുഖത്ത് പിടിക്കാൻ തുനിഞ്ഞപ്പോൾ ഇന്ദു തന്റെ പുറകിൽ കരുതിയിരുന്ന വെട്ടുകത്തിയെടുത്ത് വീശി. എന്റെ അടുത്ത് വന്ന് അരിഞ്ഞളി ഞാൻ, അവൾ വീറോടെ പറഞ്ഞു. ഈ വെട്ടുകത്തിയോണ്ട് വിറകിട്ടാൽ മാത്രമല്ല പലതും ചെയ്യാൻ പറ്റും. ഇതിന്റെ രുചി ഒരിക്കൽ എന്റെ മോൻ അറിഞ്ഞല്ലേ, അതുകൊണ്ട് എന്റെ മോൻ വന്ന വഴിക്ക് വിട്ടോ, അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. നിന്നെ ഞാൻ എടുത്തോളാം. നീ എൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കി തന്ന മുറിവ് എനിക്ക് ഉണക്കാനായി. പക്ഷെ എൻ്റെ മനസ്സിനേറ്റ മുറിവ് അതെനിക്ക് നിന്നെ എൻ്റെ കൂടെ കിടത്തി തന്നെ വേണം തീർക്കാൻ. ഞാൻ എന്നാളിനെ ഓരോ തവണ ഇനി അറിയുമ്പോൾ നിന്റെ വേദന കൊണ്ടുള്ള രോദനയ്ക്ക് കേൾക്ക് തന്നെ വേണം. അതിനീ മണികണ്ഠൻ കൂടുതലൊന്നും ചെയ്യണ്ട. സർവ്വനേരവും കരഞ്ഞുകൊണ്ട് കിടക്കുന്ന നിന്റെ തന്തക്ക് ഒരു 200 മില്ലി റമ്മ് വാങ്ങിക്കൊടുത്താൽ മതി. അയാൾ പാമ്പായിക്കോളും. എനിക്ക് കാണണം നീ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ നിന്റെ മാനവും കാത്ത് എത്ര നാൾ എൻ്റെ കൂടെ പോരാടുമെന്ന്. നീ ജൈവിലും ഉള്ളിക്കൂടി ഈ മണി ആശിച്ചൊന്നും അടയാതെ പോയ ചരിത്രമില്ലടി ഇന്ദുരേഖ. നേരം നിരുട്ടിക്കോട്ടെ. നിന്റെ തന്ത ഏതെങ്കിലും അറാഖ് ഷോപ്പിലിരുന്ന് തൂങ്ങുമ്പോൾ ഞാൻ വിരിക്കുന്ന വലയിൽ നീ വീഴുക തന്നെ ചെയ്യും. അവൻ വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ തന്റെ ചെവിയിൽ കൈയിട്ട് കുലുക്കിക്കൊണ്ട് തന്റെ ലോറിയിൽ കയറിപ്പോയി. രാക്ഷസൻ, പെണ്ണുങ്ങളുടെ ചോരൂറ്റി കുടിക്കുന്നവൻ, അവൾ വെറുപ്പോടെ പറഞ്ഞു നിർത്തി. ഇന്ദുവിന് അപ്പോഴാണ് ശ്വാസം നേരെ വീണ്. വാ ശംഖു, നമുക്ക് പോവാം. അവൾ അവനെയും കൊണ്ട് ടൂറിസ്റ്റ് ഏരിയയിൽ പോയി. നേരം പോകുന്നതോടെ അവൾക്ക് ഭയവും ഇരട്ടിച്ചു വന്നു. അവൾ ഓർത്തുപോയി അയാളെ ആദ്യമായി കണ്ടത് അന്ന് വീട്ടിലേക്ക് ആവശ്യമായ വിറകുടിക്കാൻ തേയിലത്തോട്ടത്തിന്റെ അടുത്തുള്ള കാട്ടിലേക്ക് പോകും വഴിയായിരുന്നു. അന്ന് ശംഖു കൂടെ വന്നില്ല. നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. അവൾ വിറക് ശേഖരിച്ചുകൊണ്ട് വരികയായിരുന്നു. ഓർക്കാപ്പുറത്തായിരുന്നു ഇടിയോടുകൂടിയൊരു തകർപ്പൻ മഴ പെയ്ത് തുടങ്ങിയത്. അവൾ ആ മഴയിൽ അതിവേഗം നനഞ്ഞുപോയി.
കയറി നിൽക്കാൻ കൂടി ഒരിടം ഇല്ലായിരുന്നു. അവൾ നനഞ്ഞുകൊണ്ട് വരികയായിരുന്നു. അപ്പോഴാണ് അവിടെ തേയില കയറ്റാൻ വന്ന ലോറി ഡ്രൈവർ ലോറിയുടെ അടുത്ത് നിൽക്കുന്ന കണ്ടത്. അയാൾ കഞ്ചാവ് ബീഡി വലിച്ചുകൊണ്ട് അവൾ അടിമുടി നോക്കി. അവളുടെ വസ്ത്രം മഴ നനഞ്ഞിനാൽ ദേഹത്തോട് പറ്റിക്കിടന്നിരുന്നു. അത് അയാളുടെ കണ്ണുകളിലും സിരകളിലും കാമത്തിന്റെ അഗ്നി ഉണർത്തി. അവൾ വിറച്ചുകൊണ്ട് തലയിലേന്തിയ വിറകെട്ടുമായി വേഗത്തിൽ പോയിക്കൊണ്ടിരുന്നു. ഒന്ന് നിന്ന് അർദ്ധബോധത്തിൽ അവൻ പറഞ്ഞു. എന്തിനകത്ത് എടുക്കാം? നല്ല മഴയല്ലേ, കുറച്ചു കഴിഞ്ഞ് പോയാ പോരെ? നിന്നെ ഇങ്ങനെ കണ്ടപ്പോൾ ചൂട് പിടിച്ച എൻ്റെ ശരീരത്തിൻ്റെ വിശപ്പ് മാറ്റിയിട്ട് പോയാ പോരെ എൻ്റെ മോളെ. വെറുതെ എനിക്ക് ആരൊന്നും ഓശാരത്തിന് ചെയ്യണ്ട. നിനക്ക് എന്തോ വേണോ ചോദിച്ചോ, ഞാൻ തരാം. അവൻ വഷളച്ചിരിയോട് അവിടെ അടുത്തുനിന്ന് പറഞ്ഞു. എന്തൊരു മയക്കുന്ന ഗന്ധാണടി പെണ്ണേ നിനക്ക്. അവന്റെ മുമ്പിൽ നിന്ന് വിറക്കുന്നവളെ അവൻ പുറകിൽ നിന്ന് ചുറ്റി വരിയാൻ ശ്രമിച്ചു. കയ്യിലിരുന്ന വെട്ടുകത്തിയിൽ അവൾ പിടിമുറുക്കി. അവൻ അവളെ തിരിച്ചു നിർത്തിയ നേരം അവൾ അവന്റെ കയ്യിലൊരു വെട്ടുകൊടുത്തു. അവൻ വേദന കൊണ്ട് അലറി. ആ നിമിഷം വന്ന മിന്നൽ പിണർപ്പിൽ അവർ പരസ്പരം കണ്ടു. പെട്ടെന്ന് തന്നെ ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞവൾ. അവന്റെ ആ നിലവിളി നിർത്താതെ പെയ്ത പെരുമഴയിൽ ഒലിച്ചുപോയി. അന്നാണ് അവൾ മണികണ്ഠനെ ആദ്യമായി കാണുന്നത്. അവനും മണികണ്ഠൻ എസ്റ്റേറ്റിലെ ലോറി ഡ്രൈവറാണ്. 2 കൊല്ലം മുമ്പാണ് അയാൾ ഇവിടേക്ക് എത്തിയത്. അയാൾ കുടുംബമൊന്നുമില്ല. പാലക്കാടുള്ള ഏതോ ലോറി താവളത്തിൽ ഏതോ തമിഴ്ത്തി പെറ്റിട്ട് പോയതാണ് അവന്. അവൻ അവിടെ കിടന്നാണ് വളർന്നത്. ഏത് പെണ്ണ് അടുത്തുകൂടി പോയാലും അശ്ലീലം പറയുക അവരെ ചൂഴ്ന്നു നോക്കുകയും ചെയ്യും. അവന് മുന്നിൽ കൂടി പോയാൽ മതി ഒരു പെണ്ണിന് ഗർഭമുണ്ടാവാൻ. അത്രയ്ക്ക് മോശം സ്വഭാവമുള്ളവനാണ് ഈ മണികണ്ഠൻ. അവൾ രാത്രിക്കത്തേക്കുള്ള അത്താഴം ഉണ്ടാക്കി അപ്പനായി കാത്തിരുന്നു. അവളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കഥകിന്റെ കുറ്റിയും ശരിയാക്കി വെച്ചു. അവനുള്ള പേടി കൂടിയിട്ടാണോ എന്ന് അവൾക്ക് തന്നെ അറിയില്ല. 2 ദിവസത്തിന് ശേഷം ഉണ്ടാവേണ്ട പീരിയഡ്സ് പെയിന് അവൾക്ക് കരച്ചിലായി ഉണ്ടായി. അമ്മേ, വേദന കൊണ്ട് അവൾ പുളഞ്ഞുപോയി. രാത്രി ഇത്ര നേരമായിട്ട് അപ്പനെ കാണുന്നില്ലല്ലോ. അവൾ ആശങ്കപ്പെട്ടു. അപ്പനുണ്ടായ ഈ മാറ്റത്തെക്കുറിച്ച് അവൾ ഓർത്തുപോയി. അപ്പൻ മദ്യപിക്കൂടി ഇല്ലായിരുന്നു. അമ്മയുമായി കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയപ്പോഴാണ് ഒറ്റയാന്റെ ചവിട്ടിൽ അപ്പന്റെ കൺമുമ്പിൽ കിടന്ന അമ്മ മരണപ്പെട്ടത്. ആ ഒരു ഷോക്കിൽ നിന്ന് അപ്പൻ ഇതുവരെ കരകയറിയിട്ടില്ല. എല്ലാം മറക്കാൻ മദ്യം കഴിച്ചാൽ മതി എന്ന് ആരോ പറഞ്ഞു കേട്ടുകൊണ്ടാണ് കുടി തുടങ്ങിയത്. അവൾ ദീർഘമായി ഒന്ന് വിശ്വസിച്ചു. അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ച് വസ്ത്രത്തിലെല്ലാം ബ്ലഡായിരിക്കുന്നു. നന്നേ ക്ഷീണിച്ചിരുന്നവൾ. അവൾ എണീറ്റ് ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു. തന്റെ വസ്ത്രം മാറി ദേഹത്ത് പറ്റിയ ചോരയെല്ലാം അവൾ കഴുകി വൃത്തിയാക്കി. വസ്ത്രം മാറി എന്തോ തോന്നിയ പോലെ അവൾ വെന്റിലേഷന്റെ ഭാഗത്തേക്ക് നോക്കി. അവിടെ അതാ 2 കണ്ണുകൾ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പാ, അപ്പാ! അവൾ ഭയന്ന് വിളിച്ചുകൊണ്ട് ഇറങ്ങി ഓടി. അവൾ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഓടി. അവൾ ചെന്നിടിച്ചു നിന്ന് ഒരു ഉറച്ച ശരീരത്തിലായിരുന്നു. മണികണ്ഠനായിരുന്നു അത്. നീയോ എടാ ചെറ്റേ! അവൾ അവന്റെ കരണക്കുറ്റിക്കിട്ടൊന്ന് കൊടുത്തു. ഞാനല്ല ഇന്ദു, ഞാനല്ല, അവൻ ഉച്ചത്തിൽ പറഞ്ഞു. അവൾ അത് കേൾക്കാതെ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടിപ്പോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു കൂട്ടർ ഇരുട്ടിൻ പടപ്പിൽ നിൽക്കുകയായിരുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിലൊന്നും ഇന്ദു പുറത്തേക്ക് പോയതേയില്ല. അവൾക്കൊന്നും ഉറങ്ങാൻ കൂടി കഴിഞ്ഞില്ല. കണ്ണടക്കുമ്പോൾ തന്നെ തുറിച്ചു നോക്കുന്ന 2 ഉണ്ടക്കണ്ണുകളായിരുന്നു മനസ്സിൽ മുഴുവൻ. ആ ഒരു ഷോക്കിൽ നിന്ന് അവൾ പുറത്തു വരാൻ ദിവസങ്ങളെടുത്തു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം മണി തന്റെ ലോറിയുമായി അവൾ പോകുന്ന ഇടവഴികളിൽ നിന്നെങ്കിലും ശംഖുവിനെ മാത്രമാണ് അവന് കാണാൻ കഴിഞ്ഞത്. എവിടെയാണോ നിന്റെ ചേച്ചി? അവൻ ശംഖുവിനോട് ചോദിച്ചു. ചേച്ചിക്ക് വയ്യ, കിടപ്പാ. നിങ്ങൾക്കിപ്പോ സമാധാനമായോ? അവൻ ചെറിയ നീരസത്തോടെ ചോദിച്ചു. മണിയുടെ മുഖം മൗനമായി. അവന്റെ മറുപടി കാത്തു നിൽക്കാതെ ശംഖു തന്റെ വഴിക്ക് പോയി. അന്ന് തന്നെ മണി അവളെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് പോയി. ഇവിടെ ആരുമില്ലേ? ഉറച്ച സ്വരത്തിൽ അവൻ ചോദിച്ചു. അകത്തുനിന്നൊരു മറുപടി ഇല്ലാതായപ്പോൾ അവൻ അവളുടെ വീടിന്റെ അകത്ത് കയറി. അവനെ പെട്ടെന്ന് കണ്ടപ്പോൾ അവൾ ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങി. അപ്പാ, ഓടി വരണേ! അവൻ അവളെ കടന്നു പിടിച്ചുകൊണ്ട് അവളുടെ വായ്ഭാഗം തന്റെ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു. അവൾ കുതിരിമാറാനുള്ള ശ്രമം നടത്തി. അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞു. നീ കണ്ടല്ലേ ആ കണ്ണുകളെ? അതെന്റെ കണ്ണാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അത് ഞാനായിരുന്നില്ല, അത് മറ്റാരായിരുന്നു. എന്നെ കണ്ടപ്പോൾ അവന്മാർ ഓടി ഒളിച്ചു. നീ ഓടി വന്നപ്പോൾ കണ്ട അവന്മാരെ പിന്തുടർന്ന എന്നെയുമാണ്. അതാണെന്ന് സംഭവിച്ചത്. ഇനി എന്നെ വിശ്വാസമായില്ലെങ്കിൽ ഞാനിപ്പോൾ നിന്റെ വായിൽ നിന്ന് കൈയെടുക്കാം. നിനക്ക് നിലവിളിച്ച ആൾക്കാരെ കൂട്ടാം. അത്രയും പറഞ്ഞ് അവനോട് വായിൽ നിന്ന് കൈയെടുത്തു. ഇറങ്ങിപ്പോ എന്റെ വീട്ടിൽ നിന്ന്, ഇറങ്ങിപ്പോവാൻ! അവൻ ഇറങ്ങിപ്പോവാൻ നേരമാണ് ആ പരിസരവാസികളും അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും അവളുടെ അപ്പൻ ഉൾപ്പെടുന്ന വലിയൊരു ജനം അവിടെ തടിച്ചുകൂടിയത്. നിൽക്കണ അവിടെ, തന്തയില്ലാത്ര കാണിക്കുന്നോടാ, ആണുങ്ങളില്ലാത്ത നേരെ നോക്കി! ഒരയൽവാസി അവരോട് ദേഷ്യത്തിൽ ചോദിച്ചു. നീ എന്തിനാടാ ഈ വീട്ടിൽ വന്ന്? മെമ്പർ ചോദിച്ചു. ഞാനിവിടുത്തെ പെൺകുട്ടി കാണാൻ വന്നാ. അവൻ കൂസില്ലാതെ പറഞ്ഞു. നിനക്ക് ഈ പെൺകുട്ടിയായിട്ട് എന്താടാ ബന്ധം? മെമ്പർ തിരക്കി. ബന്ധമൊന്നുമില്ല, ആൾക്ക് സുഖമില്ല എന്നിട്ട് വന്നാ. ഇന്ദു, ഇവിടെ വരൂ, മെമ്പർ വിളിച്ചു. ഇന്ദു വെളിയിൽ വന്ന് നോക്കിയപ്പോൾ ഒരു കൂട്ടം മനുഷ്യർ തന്റെ വീടിനുമ്പിൽ നിൽക്കുന്നു. മണിയെ കൂടി കണ്ടപ്പോൾ അവൾക്ക് കാറ്റ് പോയ പന്ത് പോലെ നിന്നു. എന്തു പറയൂ, ഈ നിൽക്കുന്ന മണിയുണ്ട് എന്തിനാ അവിടെ വന്ന്? നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? മെമ്പർ അതീവ തൽപ്പനായി ചോദിച്ചു. അവൾ അപ്പന്റെ മുഖത്തേക്ക് നോക്കി. ആ മനുഷ്യൻ തറയിലിരിക്കുകയാണ്, മുഖം കുനിച്ചു വെച്ചുകൊണ്ട്. അല്ല, ഈ ബന്ധം തുടങ്ങിയിട്ട് എത്ര കാലായി? കൂട്ടത്തിൽ നിന്ന് ഒരാൾ പരിഹാസത്തോടെ ചോദിച്ചു. ഇവൾക്ക് ഇപ്പൊ എളുപ്പമായില്ലേ? അപ്പനില്ല, അതുകൊണ്ട് എപ്പോഴും കണ്ട വർത്തമാരൊക്കെ വീട്ടിൽ പിടിച്ച് കയറ്റാം. അല്ലേടി ഇന്ദു മോളെ?
നാട്ടുകാരുടെ കുറ്റപ്പെടുത്തൽ അവളെ ചൊടിപ്പിച്ചു. അവൾ പറഞ്ഞു, ഈ നിൽക്കുന്ന മണികണ്ഠൻ എനിക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ ഉടനെ വിവാഹം കഴിക്കുകയും ചെയ്യും. ഞാൻ പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ്. എനിക്ക് ഇഷ്ടമുള്ള പുരുഷന്റെ കൂടെ ഞാൻ സമയം ചെലവഴിക്കും. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അവളുടെ ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ നാട്ടുകാർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവൾ തുടർന്നു, എന്റെ അമ്മ മരിച്ചിട്ട് കാലത്രയായി. എന്റെ ഈ അപ്പന് മുഴുകുടിയാനാക്കി പോലും ഈ നാട്ടുകാരെ നിങ്ങളല്ലേ. എന്നിട്ടിപ്പോ സദാചാരം വളമ്പോ വന്നിരിക്കുന്നു. കടന്നു പോയതിന്റെ മുമ്പിൽ നിന്ന് അവൾ കലിപൂണ്ടുകൊണ്ട് പറഞ്ഞു. തിരികെ പോവാൻ ഒരുങ്ങി അവളെ കൂട്ടത്തിൽ നിന്നും ഗുണശേഖരൻ എന്ന പേരുള്ള നാട്ടിലെ ഒരു പ്രമാണി ചോദിച്ചു, നിനക്ക് മൊത്ത കച്ചവടാണോ മോളെ, അതോ ചില്ലർക്കും കൊടുക്കോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കൂടി ഒന്ന് അറിയിക്കണേ. അതയാൾ പറഞ്ഞതിന് മുന്നേ മണിയുടെ ചവിട്ട് അയാളുടെ നെഞ്ചിൻ കൂട് തകർത്തിരുന്നു. അയാൾ ആൾക്കൂട്ടത്തിനിൽ തെറിച്ചു വീണു. അയാൾ നെഞ്ചു തടവിക്കൊണ്ട് എണീക്കാൻ ശ്രമിച്ചു. എടാ മുതലാളി, അവൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ എനിക്കറിയാം മാന്യമായിട്ട് അവളെ വിവാഹം കഴിക്കാൻ. നീ നിന്റെ ചില്ലറ നിന്റെ കൈ തന്നെ വെച്ചാ മതി. വീറോടെ മണി പറഞ്ഞു നിർത്തി. അടിയടാ അവനെ, ഗുണശേഖരൻ മുരണ്ടുകൊണ്ട് പറഞ്ഞു. അയാളുടെ അനുയായികൾ അടിക്കാൻ തുടങ്ങിയവേ മണി പറഞ്ഞു. എന്തിനാ മോൻ എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി വെറുതെ നെട്ടും പോട്ട് ഇളക്കുന്നു? മോ വൈദ്യരെ കണ്ട് തടവിക്കാൻ നോക്ക്. അതും പറഞ്ഞ് മണി പുറത്തേക്ക് പോയി. ഇന്ദു തന്നെ മുറിയിലിരുന്ന് ഓരോന്ന് ആലോചിക്കുകയായിരുന്നു. അവൾക്കറിയാം മണി മോശമാണ്. പക്ഷെ അവൻ ഇന്ന് പറഞ്ഞ കാര്യം സത്യമാണ്. കാരണം തനിക്ക് അന്നേ അറിയാമായിരുന്നു തന്നെ നോക്കിയ ആ ഉണ്ടക്കണ്ണുകൾ അത് അവൻ്റെ അല്ല, മറിച്ച് തനിക്ക് അറിയാവുന്ന മറ്റാരുടേതോ ആണ്. പക്ഷെ അവൾക്ക് എത്ര ആലോചിച്ചിട്ടും അവൾക്കത് കണ്ടെത്താനായില്ല. പിറ്റേന്ന് ശംഖുവുമായി അവൾ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അവിടെ ഇടവഴിയിൽ ഗുണശേഖരന്റെ അനുയായികൾ ഉണ്ടായിരുന്നു. അവരവളോടായി പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലുണ്ട് ചക്രം. നീ വരത്തന്മാരെ മാത്രമേ സൽക്കരിക്കത്തുള്ളൂ. നിന്നെയും കൂട്ടി മുതലാളിയുടെ പൂട്ടിക്കിടക്കുന്ന ബംഗ്ലാവ് ചെല്ലാൻ പറഞ്ഞിരിക്കുക. അയാൾ വന്യമായും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ആർക്കും മറുപടി നൽകാതെ പോവാനൊരുങ്ങി. അതിലൊരുവൻ അവളുടെ മുമ്പിൽ കയറി അവളുടെ കയ്യിൽ പിടിച്ചു. വിടറ അവളുടെ കയ്യ്, മണി കോപത്തോടെ പറഞ്ഞു. ആഹാ, വന്നല്ലോ വരത്തം പട്ടി. അവരവനെ കളിയായിക്കൊണ്ട് പറഞ്ഞു. നിന്റെ ഊഴം കഴിഞ്ഞില്ലടാ, ഇനി ഇവിടെ വേറെ ആളിന് വേണം. അവിടെ മോ പോ. അവരവരുടെ കയ്യിൽ പിടുത്തം മുറുക്കി. മണി തന്റെ ചെവിയിൽ ചെറുവിലിട്ടുകൊണ്ട് പറഞ്ഞു, നീയൊക്കെ അപ്പൊ കൊണ്ടേ പോത്തുള്ളൂ അല്ലേ? മണി ഒരു ശരം പോലെ വന്ന് അവന്മാർക്ക് ആവശ്യത്തിനുള്ളത് കൊടുത്തു. ചുണ്ടിൽ നിന്നും മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ട്. അവർ പേടിച്ച് തിരിഞ്ഞോടി. നിന്നെ ഞങ്ങൾ എടുത്തോളാ. നീ ആരെടുത്താ കളിച്ചെന്ന് ഉടനെ നിനക്ക് മനസ്സിലാവും. നിങ്ങൾക്കും അത് ഉടനെ മനസ്സിലാവും. മണി അവർക്ക് മുമ്പിൽ നിന്ന് അമ്മമാരോട് പറഞ്ഞു. ഇന്ന് പോയിക്കോളൂ, അവൻ മൃദുവായി പറഞ്ഞു. അവൾക്ക് അത്ഭുതമാണ് തോന്നിയത്. ഒരാഭാസം തന്നെ രക്ഷിച്ചിരിക്കുന്നു. അന്ന് രാത്രി ഏറെ വൈകിട്ടും വീട്ടിൽ തിരിച്ചെത്താത്ത തന്റെ അപ്പനെ തിരക്കി അവൾ ആ കാട്ടുപ്രദേശത്തുകൂടി നടന്നു. കൂടെ ശംഖു ഉണ്ടായിരുന്നു. കുറെ ദൂരം ചെന്നപ്പോൾ തങ്ങളെ ആരോ പിന്തുടരുന്ന പോലെ തോന്നിയവൾക്ക് അവർ നടത്തത്തിന്റെ വേഗത കൂട്ടി. കുറച്ചുകൂടി ഇരുട്ടുള്ള പ്രദേശത്തെത്തിയപ്പോൾ ശംഖുവിനെ ആരോ വായ്പൊത്തിയെടുത്ത് കൊണ്ടുപോയതുപോലെ തോന്നിയവൾക്ക് അവൾ ഇരുട്ടിൽ വിളിച്ചു, ശംഖു മോനെ, നീ എവിടെയാടാ? അപ്പോഴേക്കും ഗുണശേഖരന്റെ ആളുകൾ അവൾക്ക് ചുറ്റും കൂടി. അവർ പറഞ്ഞു, നിന്നെ മര്യാദക്ക് വിളിച്ചാൽ നീ വരില്ലല്ലേ? നിന്നെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് അറിയാം. അവരവളെ തൂക്കെടുത്ത് വണ്ടിയിലിട്ട് കൊണ്ടുപോയി. ശംഖു കിതച്ചുകൊണ്ട് ഓടി. അവൻ ചെന്ന് നിന്ന് മണിയുടെ അടുത്താണ്. ചേച്ചി, അവർ കൊണ്ടുപോയി. അവൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. ആര്? മണി ചെവിയിൽ വിരലിട്ടുകൊണ്ട് ചോദിച്ചു. ഗുണശേഖരൻ മുതലാളിയുടെ ആളുകൾ, ശംഖു പറഞ്ഞു. ഇന്ദുവിനെ അവർ കൊണ്ടുപോയത് ഗുണയുടെ ബംഗ്ലാവിലായിരുന്നു. അവിടെ അയാൾ ഒരു മുറി മുല്ലപ്പൂവുകളാൽ അലങ്കരിച്ചിരുന്നു. മുറിയിലേക്ക് ഗുണ കയറി വന്നു. ഇന്ദു അവനെ തള്ളി മാറ്റി പോവാൻ ശ്രമിച്ചു. കിടന്നു പിടക്കാതടി, ഈ ഒരു രാത്രി കഴിഞ്ഞ് നിന്നെ ഞാൻ കൊണ്ടാക്കാം. ഈ നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളും ആദ്യം എനിക്കുള്ളതാ, അല്ലാതെ കണ്ട വരുത്തന്മാർക്കുള്ളതല്ല. എനിക്കറിയാം നീ അവനും തമ്മിലൊരു ബന്ധമില്ലാന്ന്. അന്ന് രാത്രി നീ അരണ്ട വെളിച്ചത്ത് കണ്ട കണ്ണുകളില്ലേ, അതെന്റെ തന്നെയാ. അതും പറഞ്ഞ് അവൻ മലർക്കെ അട്ടാസിച്ചു. ആ വരുത്തം പറഞ്ഞ പോലെ നിനക്ക് ആരെയും മയക്കുന്നൊരു മണമുണ്ടടി പെണ്ണേ, അയാൾ പറഞ്ഞു. ഗുണ തിരിഞ്ഞു മദ്യമെടുക്കാൻ നേരം അവൾ കയ്യിൽ കിട്ടിയ ശില്പം എടുത്ത് അവന്റെ തലക്കടിച്ചു. അവനൊരു കൈ കൊണ്ട് അവന്റെ തലയിൽ പൊത്തിപ്പിടിച്ചു. നിന്നെ അവൾ പറഞ്ഞു. അത് മണിയില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയായിരുന്നു. പക്ഷെ അത് ആട്ടിൻ തോളിട്ട ചെന്നായ നീയായിരുന്നെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അവൾ വീറോടെ പറഞ്ഞു. അവനവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അവൾ അവന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു. കണ്ണുനീരൊഴുകി. അവളുടെ നെറ്റിത്തടം വിയർത്തു. അവളുടെ ശരീരം കുഴഞ്ഞ് അവൾ അവിടെ ഊർന്നു വീണു. പെട്ടെന്നാണ് കാതടിപ്പിക്കുന്ന ശബ്ദത്തോടെ കതക് വന്ന് താഴെ വീഴുന്നു. മണിയുടെ ഒരൊറ്റ ചവിട്ടിൽ കതക് താഴെ വീണിരുന്നു. ആഹാ, വന്നല്ലോ വരത്തം പട്ടി. അയാൾ വർദ്ധിച്ചു വന്ന പുച്ഛത്തോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ, ഇന്ദുമോൾക്കൊരു കാര്യം അറിയോ? ഗുണശേഖരൻ പറഞ്ഞു തുടങ്ങി. ഈ നിൽക്കുന്ന എസ്റ്റേറ്റിൽ ലോറി ഡ്രൈവറായിട്ട് വന്ന ഈ മണികണ്ഠൻ ശരിക്കും ആരാന്നറിയോ? ഒന്നും മനസ്സിലാവാതെ ഇന്ദു മണിയെ നോക്കി. പുതുതായി നമ്മുടെ നാട്ടിൽ ചാർജ് എടുത്ത ഫോറസ്റ്റ് ഓഫീസർ മണികണ്ഠനാ. അവളും തറഞ്ഞുകൊണ്ട് മണിയുടെ മുഖത്തേക്ക് നോക്കി. ഇന്നലെയാ എനിക്കിവൻ ആരാന്നുള്ള സത്യം മനസ്സിലായത്. അയാൾ വിജയഭാഗത്തിൽ ചിരിക്കാൻ തുടങ്ങി. അപ്പോഴും മണി നിസ്സംഗഭാഗത്തിൽ അയാൾ നോക്കുന്നേയുള്ളൂ. ആട്ടെ പോരെ, എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഗുണശേഖരൻ മുതലാളി ഉടനെ അറിഞ്ഞോളൂ. ഇതെന്റെ മടയാടാ. ഇവിടെ നിന്ന് തിരികെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ?
അത് മുതലാളിക്ക് എന്നെ വേണ്ട പോലെ അറിയാനിട്ടാ. അവൻ ഗൗരവത്തോടെ പറഞ്ഞു. ഡേ കനക, ഒരു കുഴിയുത്ത് ഇന്നൊരുത്തരെ നമുക്ക് പറഞ്ഞു വിടേണ്ടതുണ്ട്. അയാൾ പുറത്തുള്ള അനുയായികളോട് പറഞ്ഞു. ഒന്ന് മലർക്കെ ചിരിച്ചുകൊണ്ട് മണി അവിടെ ഒരുക്കിയ കട്ടിലിരുന്നു. മുതലാളി എന്താ ഇന്ന് ശാന്തി മുഹൂർത്തം ആഘോഷിക്കാൻ പോവാണോ? അവൻ അവിടെ ഇരുന്ന് ഒരു ആപ്പിൾ എടുത്ത് കടിച്ചുകൊണ്ട് ചോദിച്ചു. അവനെ അടിക്കാനായി പാഞ്ഞു വന്ന ഗുണയെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഉപയോഗിച്ച് കാലിൽ ഷൂട്ട് ചെയ്ത് തറയിലിട്ടു. അയാൾ അലറി വിളിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. നിന്നെ ആ കൊല്ലാതെ വിടലാം. അയാൾ വേദന കൊണ്ട് പരിഹരിച്ചു. മണി അയാളുടെ കയ്യിൽ തന്റെ ബൂട്ട് കൊണ്ട് ചവിട്ടി അരച്ചുകൊണ്ട് പറഞ്ഞു. നീ എത്ര പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുണ്ട് നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി. എത്രയെത്ര പെൺകുട്ടികളുടെ ജീവിതം നീ തൊലച്ചു. അങ്ങനെയുള്ള നീ നരകിക്കണം, നരകിച്ച് തീരണം. നിന്റെ ബാക്കിയുള്ള ജീവിതം ജയിലിൽ കഴിഞ്ഞുകൊണ്ട്. അതും പറഞ്ഞ് വീണ്ടും അവൻ അയാളുടെ രണ്ടാമത്തെ കാലിനും വെടിവെച്ചു. കൊല്ലല്ലേ! അയാൾ വേദന കൊണ്ട് പുളഞ്ഞവനോട് കൈകൂപ്പി പറഞ്ഞു. മണി അയാളുടെ അടുത്തിരുന്നുകൊണ്ട് പറഞ്ഞു. മതിയായിക്കോ, നീ ചെയ്ത ക്രൂരതകൾ. ചെയ്തു കൂട്ടിയാലും നിനക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടല്ലോ. പുറത്ത് പോലീസ് ജീപ്പുണ്ട്, അതിൽ നിന്റെ കൊള്ളരുതായ്മകൾ ചെയ്യാൻ കൂടുന്ന എല്ലാവരും ഉണ്ട്. എന്റെ മുതലാളിക്ക് ഇനി ജയിലിൽ ശിഷ്ടകാലം സുഖമായിട്ട് കഴിയാം. അപ്പോൾ തന്നെ കോൺസ്റ്റബിൾ വന്ന് അയാളെ താങ്ങിയെടുത്തുകൊണ്ട് പോയി. ഇന്ദു അപ്പോഴും ആ തറയിൽ കിടക്കുകയായിരുന്നു. അവളെ മെല്ലെ എണീപ്പിച്ചുകൊണ്ട് അവൻ അവളോട് ചോദിച്ചു. അറിയോ ഓക്കെ ഇന്ദുലേഖ? അവൾ അതേന്ന് തലവുലുക്കി. ഇന്ദു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ അറിയിക്കാനുണ്ട്, അത് നീ അറിയണം. അവൻ ഗൗരവഭാവത്തിൽ അവളോട് പറഞ്ഞു. കഥ പറയുമ്പോൾ 2 വർഷം പുറകിലേക്ക് പോകണം. നീയും ഈ നാട്ടുകാരെല്ലാം വിചാരിക്കുന്നത് കൊമ്പൻ നിന്റെ അമ്മയെ ചവിട്ടിക്കൊന്നു എന്നല്ലേ? എന്നാൽ അത് അങ്ങനെയല്ല. ഈ എസ്റ്റേറ്റിൽ തേയില ചെയ്ത മറവിൽ കഞ്ചാവ് ചെടി വളർത്തുന്നുണ്ടെന്ന് നിന്റെ അമ്മ കണ്ടെത്തി ഞങ്ങൾ അറിയിക്കുകയായിരുന്നു. അത് ഗുണയുടെയായിരുന്നു. അതിൽ പ്രകോപിതനായിട്ടാ നിന്റെ അമ്മയാൾ ജീപ്പ് കയറ്റി കൊന്ന് നിന്റെ അപ്പന്റെ കൺമുമ്പിൽ വെച്ച്. തന്റെ കണ്ണുമുമ്പിൽ വെച്ച് ഭാര്യയെ കൊന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്തയില്ല ആ മനുഷ്യനൊരു മുഴുക്കുടിനായി മാറിയത്. നിനക്ക് ആരുമില്ലല്ലോ എന്ന് കരുതിയാ ആ മനുഷ്യനെ എല്ലാം ഉള്ളിലൊതുക്കി ഇന്നും കഴിയുന്നു. ഇവിടെ നടക്കുന്ന ഈ കഞ്ചാവ് ചെടിയുടെ കൃഷിയെക്കുറിച്ച് പൂർണ്ണമായിട്ടും പഠിക്കുന്നതിന് വേണ്ടിയാ ഞാൻ മഫ്റ്റിയിലൂടെ ലോറിക്കാരന്റെ വേഷത്തിൽ വന്നു. ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാ നിന്നോട് അങ്ങനെയെല്ലാം പെരുമാറിയത്. എല്ലാം നിന്റെ അപ്പന്റെ സമ്മത്തോടു കൂടിയാ. നിന്റെ അമ്മയ്ക്ക് ഇവിടെ കൊല ചെയ്യപ്പെട്ട അനേകം മനുഷ്യർക്ക് വേണ്ടിയാ ഞാൻ ഈ നാട്ടിലേക്ക് വന്നു. നീ എന്നോട് ക്ഷമിക്കില്ലേ? അവൻ പറഞ്ഞു നിർത്തി. അവളൊന്നും മിണ്ടാതെ ഇരുളിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. അന്ന് അപ്പൻ മദ്യപിച്ചിരുന്നില്ല. അയാൾ ദുഃഖഭാരത്തിൽ അവിടെ കട്ടിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പ, ഞാൻ കേട്ടൊക്കെ സത്യമാണോ അപ്പ? എല്ലാം സത്യമാണ് മോളെ. നിന്റെ അമ്മയെ കൊന്ന അന്ന് തന്നെ ഞാനും മരിക്കുമായിരുന്നു. പക്ഷേ നിന്നെ ഇവിടെ ഒറ്റക്കാക്കാൻ അപ്പന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. മണിയണ്ണ സാറ് നല്ലവനാ. അയാൾ നിന്റെ മനസ്സിലെ ഭാരം ഇറക്കി തന്നു. ഇനി എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാം. അതും പറഞ്ഞ അയാൾ കണ്ണുകളടച്ചു. അപ്പന്റെ കൈ ഊർന്നു വീണപ്പോഴാണ് അപ്പൻ തന്നെ വിട്ടുപോയി എന്നവൾക്ക് മനസ്സിലായത്. അവളൊന്നും മിണ്ടാതെ ആ ചുമരിൽ ചാരിയിരുന്നു. ഇന്ദുവിനെ തേടി ഓടി വന്ന മണി കണ്ടത് മരിച്ചു കിടക്കുന്ന അപ്പനെയും ചുമരി ചാരിയിരിക്കുന്ന ഇന്ദുവിനെയുമാണ്. അവൻ അവളെ പിടിച്ചു വിളിക്കൊണ്ട് വിളിച്ചു. ഇന്ദു, ഇന്ദു! സ്വഭാവത്തിലേക്ക് വന്ന ഇന്ദു അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. എന്റെ അപ്പം പോയി. അവന്റെ കണ്ണും കലങ്ങിയിരുന്നു. മാസങ്ങൾക്ക് ശേഷം എന്തോർത്തുകൊണ്ട് കട്ടിലിരിക്കുന്നവളെ മണി തട്ടി വിളിച്ചു. ഇന്ദു, പോണ്ടേ നമുക്ക്? അവൾ തിരിഞ്ഞു നോക്കിയൊന്ന് മന്ദഹസിച്ചു. വണ്ടി ചെന്ന ഒരു ഗവൺമെന്റ് ക്വാർട്ടേഴ്സിലായിരുന്നു. ഇറങ്ങൂ മിസ്സിസ് ഇന്ദുലേഖ മണികണ്ഠൻ. അവനവളുടെ കൈയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ഒരുപാട് ദുഃഖങ്ങളും വേദന അനുഭവിച്ചു വളർന്ന ഇന്ദുവിനെ വസന്തം കൊണ്ട് മൂടുവാൻ ഇനി മുതൽ അവനുണ്ട്, മണികണ്ഠൻ.